മൂവി ഒരുമിച്ച് ചെയ്തു, സൺഡേ ഹോളിഡേ എന്ന് പറഞ്ഞ മൂവി, ആഫ്റ്റർ തൃശ്ശൂർ പേരൂർ ക്ലിപ്ത. അപ്പോൾ എന്താണ് ഇക്കടെ ക്യാരക്ടർ ഇതിൽ? ഇത് അത് ശരി, ശരി, എനിക്കറിയാം, ബാക്കിയുള്ളവർക്ക് അറിയില്ലല്ലോ. ക്യാരക്ടറിന്റെ പേര് അമൽ എന്നാണ്. അമൽ ഒരു ചെറിയ ഡിപ്രഷനൊക്കെ അടിച്ചിട്ട് അമല് നാട്ടിൽ നിന്ന് തലശ്ശേരിയിൽ നിന്ന് എറണാകുളത്തേക്ക് വരുന്നതാണ്. അത് കഴിഞ്ഞ് നാട്ടിൽ എറണാകുളത്ത് വന്നിട്ട് അമൽ എങ്ങനെയാണ് ഒന്ന് റിഫ്രഷ്ഡ് ആവുന്നത്. അമലിന് ആളുകൾ അമൽ വരുന്നത് ഒരു വീട്ടിൽ സിദ്ദീഖ, ധർമ്മജൻ, നിർമ്മൽ ഇവരൊക്കെ താമസിക്കുന്ന ഒരു വീട്ടിലേക്കാണ് അമൽ വരുന്നത്. അവിടെ വന്നിട്ട് അമലിനെ ഇവർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതും അപ്പുവിൻ്റെ ക്യാരക്ടറിനെ പരിചയപ്പെടുന്നതും അങ്ങനെ ഉണ്ടാകുന്ന അമലിൻ്റെ ഒരു മാറ്റമാണ്. അപ്പം ഇതിൽ ശരിക്കും പേഴ്സണലി ജിസിൻ്റെ അടുത്തുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടല്ലോ. അപ്പം ഞാൻ ബൈസിക്കിൾ തീവ്സ് എന്ന് പറഞ്ഞ പടം ജിസിൻ്റെ കൂടെ ആദ്യം ചെയ്യുമ്പോൾ ഞാൻ അത് ഷൂട്ട് ചെയ്തു, അത് റിലീസായി, അത് അത്യാവശ്യം ഒരുപാട് അപ്രിസിയേഷൻസ് കിട്ടിയ ഒരു പടമായിരുന്നു. ആ സമയത്ത് എനിക്ക് തോന്നുന്നു കുറേ നാളുകൾക്ക് ശേഷം എനിക്കൊരു നല്ല അഭിപ്രായം കിട്ടിയ ഒരു സിനിമയായിരുന്നു അത്. ആ ഫിലിം എഗെയിൻ നല്ല സിനിമയായിരുന്നെങ്കിൽ പോലും ഒരിക്കലും അതൊരു ജിസിന്റെ പോലത്തെ പടമാണെന്ന്, കാര്യം ജിസിന് മനസ്സിലായി കാണുമല്ലോ ഇപ്പൊ വളരെ പാവം ഒരു മനുഷ്യനാണ്, ആകെ ഒരു ട്വിസ്റ്റ് ഇല്ലാത്തൊരു മനുഷ്യനും. അപ്പൊ ഞാൻ ശരിക്കും ഭയങ്കര സർപ്രൈസ്ഡ് ആയിപ്പോയി. ജസ് ഓക്കെ, ഒരു വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ആർട്ട് ഫിലിം ഡയറക്ടറാണ് അദ്ദേഹം, ഒരു നല്ല ആർട്ടിസ്റ്റ് ആണ്. പക്ഷെ ജസ് അങ്ങനെ ഒരു സിനിമ ചെയ്തപ്പോൾ ഞാൻ ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു. അത് കഴിഞ്ഞ് ജസ് ഏകദേശം ഒരു വർഷം 1.5 വർഷം മുന്നെയാണ് ഇതിന്റെ കഥ എൻ്റെ അടുത്ത് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ പറഞ്ഞു, ജസ് ഇതായിരുന്നു ശരിക്കും എൻ്റെ ആദ്യത്തെ പടം. കാര്യം ഇത് അത്രയും നല്ലൊരു സ്ക്രിപ്റ്റും അത്രയും നന്മയും, എനിക്കൊന്ന് അമൽ എന്ന് പറഞ്ഞാൽ എൻ്റെ ക്യാരക്ടറിന്റെ കൂടെ പ്രേക്ഷകൻ ഒരു ട്രാവൽ ചെയ്യാൻ പറ്റിയാൽ ഒരു പക്ഷെ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ എവറി ഡയലോഗ് ലൈഫിൽ എപ്പോഴെങ്കിലും നടക്കുന്ന ഒരു ഇൻസിഡന്റ് ആണ്. എക്സാക്ട്ലി. അപ്പൊ എനിക്ക് അത് അതാണ് അമൽ എന്ന് പറഞ്ഞ ക്യാരക്ടറിനോട് എനിക്ക് ഭയങ്കരമായ ഒരു അടുപ്പം തോന്നാൻ കാരണം. കാര്യം ഈ ലവ് ഫെയിലിയറും ഡിപ്രഷനും ഒക്കെ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തുണ്ടായ ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമയിൽ ഇതുപോലെ എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു തന്നതൊക്കെ അതുപോലെയൊക്കെ തന്നെയുള്ള കാര്യങ്ങളാണ് ഈ സിനിമയിലെ ക്യാരക്ടേഴ്സ് അമലിന് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒരു ഭയങ്കര ഫ്രഷ്നെസ് എനിക്ക് ഫീൽ ചെയ്തു ഇതിൻ്റെ ഒരു നറേഷനും. എന്താണ് അപ്പുവിൻ്റെ ക്യാരക്ടറിനെ പറ്റി അപ്പുവിന് തോന്നിയത്? എനിക്ക് തോന്നിയത് ഞാൻ തന്നെയായിട്ട് അല്ല എന്നെക്കാൾ ഒരുപാട് മെച്ചേർഡ് ആയിട്ടുള്ള ഒരു ഇരുത്തം വന്ന ഒരാളാണ് അനു അത്യാവശ്യം. അതുകൊണ്ടാണ് അമലിനെ ഹെൽപ്പ് ചെയ്യാനും അനുവിന് ആ ക്യാരക്ടറിന് പറ്റിയതും അതുകൊണ്ടാണ്. ലൈക്ക് ഞാൻ ഭയങ്കര കുട്ടികളെയും ഇതാക്കി നടക്കുന്ന ആളാണ്, പക്ഷെ അനു എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ സ്വന്തം ജോലി ചെയ്ത് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇതിൽ ഒറ്റയ്ക്ക് ജീവിക്കുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഒരാളെ ഹെൽപ്പ് ചെയ്ത് കൊണ്ടുവരാന്ന് പറയുന്നത് അത്രയും മെച്യൂരിറ്റി അനു എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിന് ഉണ്ടാവണം. അല്ലെങ്കിൽ പിന്നെ ഒരാളെ ഇത്രയും അധികം ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല, മെൻ്റലി ഒരാൾക്കൊരു സപ്പോർട്ട് കൊടുക്കണമെങ്കിൽ. സോ എനിക്ക് തോന്നിയത് അനു എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ അത്രയും മെച്ചോർഡായിട്ടുള്ള ഞാനല്ലാത്തൊരു ക്യാരക്ടറാണ്. പിന്നെ 3 സിനിമകൾ, ഒന്ന് മഹേഷിന്റെ പ്രതികാരം ഞാൻ തിയേറ്ററിൽ കണ്ട സിനിമയാണ്. പിന്നെ നമ്മൾ ഒരുമിച്ച് അഭിനയിച്ച 2 സിനിമ, തൃശ്ശൂർ പേരൂർ ക്ലിപ്തവും ഈ സിനിമയും. ഈ 3 ക്യാരക്ടേഴ്സിൽ നിന്റെ പേഴ്സണൽ ക്യാരക്ടറിനോട് ഏറ്റവും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടർ ആരാണ്? അത് മഹേഷിന്റെ ക്യാരക്ടർ ജിംസിയാണ് കുറച്ചും കൂടെ എൻ്റെ ക്യാരക്ടറായിട്ട് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ബാക്കിയൊക്കെ എന്നെക്കാളും കുറച്ചും കൂടെ ഏജ്ഡ്, എന്നെക്കാളും കുറച്ചും കൂടെ മൂത്ത ഒരു ആളുടെ ഒരു ക്യാരക്ടറാണ്. ഇപ്പോൾ തൃശ്ശൂർ പേരൂരിലാണെങ്കിലും ഞാനേ അല്ല, അത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. ഭയങ്കര ദേഷ്യം എപ്പോഴുള്ള, എന്താ ആരോട് ചിരിച്ചിട്ടേ ഇല്ല ഞാൻ ആ പടത്തിൽ ത്രൂ ഔട്ട്, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. സൺഡേ ഹോളിഡേ ആണെങ്കിലും ഞാൻ പറഞ്ഞ മാതിരി എന്നെക്കാളും ഞാനിപ്പോൾ ഒരു ചേച്ചി എന്ന് വിളിക്കുന്ന ഒരാളെ കാണും, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് സൺഡേ ഹോളിഡേ. ഇപ്പോൾ ജിംസി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ കുറച്ചും കൂടെ കോളേജിൽ പഠിക്കണ, അത്യാവശ്യം ഈ ഡാൻസും എല്ലാം ഉള്ള അങ്ങനെ നന്നായി ആക്റ്റീവായി നടക്കുന്ന കുട്ടി. അപ്പം എനിക്ക് തോന്നുന്നു ജിംസിയാണ് എൻ്റെ ക്യാരക്ടറായിട്ട് കുറച്ചും കൂടെ ഒരു അടുപ്പമുള്ള. ചെയ്യുമ്പോൾ പേടിയുണ്ടായിരുന്നു നല്ലോണം. ഞാൻ ആ ഷൂട്ട് കഴിയാറായപ്പോൾ ഞാൻ രതീഷ് ചേട്ടനോട് ചോദിച്ചു, ആക്ച്വലി രതീഷ് ചേട്ടൻ നിങ്ങൾക്ക് വല്ല അബദ്ധം പറ്റിയതാണോ എന്നെ വിളിച്ചത്? ഞാനായിട്ട് ഇതൊരു ബന്ധമില്ല. അപ്പോൾ രതീഷ് ചേട്ടനും പറഞ്ഞു, സത്യമായിട്ട് നീയായിട്ട് ഈ ക്യാരക്ടറിന് ഒരു ബന്ധമില്ല എന്ന് പറഞ്ഞു. പക്ഷെ പിന്നെ എന്തോ അവർ കാണിച്ചത് ആക്ച്വലി ഭയങ്കര ഒരു ധൈര്യമാണ്. ഇത്രയും എന്താ പറയുക, ഞാൻ ഇങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ആ ഒരു ഭാഗീരഥിയുടെ ക്യാരക്ടർ ചെയ്യാന്ന് പറയുമ്പോൾ ഞാൻ തന്നെ കുറേ ഹോംവർക്ക് ചെയ്തു. കാരണം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്രയും റെഫറൻസസ് ഒന്ന് നോക്കണം. ഇപ്പോൾ മഞ്ജു കന്മദത്തിലത്തെ ആണെങ്കിലും ഇരുതി സുട്ര, ഋത്തിക, അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ് നീ എന്ന് പറഞ്ഞിട്ട് അത് കുറച്ച് റെഫറൻസസ് കാണുക,
ഓട്ടോ പഠിക്കുക, ഓട്ടോ ഓടിക്കാൻ പഠിക്കുക, അതൊക്കെ പഠിച്ചു. അതിനൊരു വ്യക്തിമായിരുന്നു ഞാൻ. അതെ, തൃശ്ശൂർ റൗണ്ടിലൂടെ എന്നെ വെച്ച് ഓട്ടോറിക്ഷ ഓടിച്ചോണ്ട് പോയി തിരിഞ്ഞ ഡയലോഗ് പറയുന്നത്. അയ്യോ, അത് എന്റെ കയ്യിൽ നിന്ന് പോയതാ കുറച്ച്. അതെ, ഇപ്പൊ ഞാൻ ഡബിങ് ടൈമിൽ അതിന്റെ എഡിറ്റിന് ഞാൻ ഇരിക്കുമ്പോ അതിലുണ്ട് എന്റെ മുഖത്തെ റിയാക്ഷൻ. ഞാൻ അതിനകത്ത് കള്ളു കുടിച്ചിട്ട് ഞാൻ വാളൊക്കെ വെച്ചിരിക്കുകയാണ്. ഞാൻ എന്റെ ഒരു കണ്ണില് കാണാം ഈ ഓട്ടോറിക്ഷ റോട്ടത് ഇങ്ങനെ മാറിയിട്ട് ഇങ്ങനെ. അതും റൗണ്ടില് കറക്റ്റ് ആ പീക്ക് ടൈമിലായിരുന്നു. ഞാനാണെങ്കിൽ പിന്നെ അപ്പൊ ഞാൻ അതിന്റെ ഇത് അറിഞ്ഞില്ല. പക്ഷെ അന്ന് ഞാൻ അപ്പൻ്റെ അടുത്ത് പറഞ്ഞില്ല, നമ്മൾ ഇടുന്ന എഫേർട്ടിന് അതിന്റെ ഒരു റിസൾട്ട് ഉണ്ടല്ലോ സ്ക്രീനിൽ കാണുമ്പോൾ. നമുക്ക് അറിയാത്ത ഒരു കാര്യം നമ്മൾ അറിയാൻ പാടില്ലാത്ത ഒരാളായിട്ട് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് എനിക്ക് ആ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ അകത്ത് നമ്മൾ ഷൂട്ട് ചെയ്ത സീക്വൻസസ് ഉണ്ട്. നീ അയാളെ അടിക്കാനിട്ട് ഓടിക്കുന്നു, നിന്റെ കാല് മുറിഞ്ഞ ദിവസം ഉണ്ടല്ലോ, അതൊക്കെ ശരിക്കും അവിടെ കണ്ടുനിന്ന ആളുകൾ വരെ പറഞ്ഞു ആ ചെറിയ സാധനത്തിന്റെ വായിന്നാണ് ഇത്ര ഒച്ച കേൾക്കുന്നത്. കാരണം അതെന്ന് പറഞ്ഞ ചീത്തവിളി, ബഹളം, എന്താ പറയാ, ഒരാളുടെ അടുത്ത് ഒരു നന്നായിട്ട് പെരുമാറാൻ അറിയാത്ത ഒരു കുട്ടിയായിട്ടാ. പക്ഷെ അത് അവളുടെ സിറ്റുവേഷൻസ് കാരണാന്നുള്ളത് പിന്നീട് ആ പടത്തിൽ എവിടേക്കൊക്കെയോ പറഞ്ഞും പോകുന്നുണ്ട്. പിന്നീട് ലാസ്റ്റിലൊരു എന്തോ ഒരു ചേഞ്ച് വരുന്നുണ്ടല്ലേ, എല്ലാവരുടെ ആരുടെയെങ്കിലും കയ്യിലൊരു നന്മ ഉണ്ടാവും. അതില് അപ്പന് കിട്ടിയ ഏറ്റവും വലിയൊരു പ്ലസ് എനിക്ക് തോന്നുന്നത് തൃശ്ശൂർ സ്ലാങ് ആണ്. കാരണം നമ്മള് ഈ തൃശ്ശൂർ സ്ലാങ്ങിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് അത് കറക്റ്റ് അല്ലെങ്കിൽ ആ മീറ്റർ കറക്റ്റ് അല്ലെങ്കിൽ ഭയങ്കര ലൗഡാവും, ആർട്ടിഫിഷ്യൽ ആണ്. കാരണം ആ തൃശ്ശൂർ സ്ലാങ് എപ്പോഴും പറയുമ്പോ ചിലവര് ഭയങ്കര ഓവർ മേക്ക് ചെയ്ത് ചെയ്യും. പിന്നെ എന്തൂട്ടാ എന്നൊക്കെ പറയുമ്പോഴേ അത് കറക്റ്റ് മീറ്റർ അല്ലെങ്കിൽ അത് ഈവൻ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ പ്ലസ് എന്ന് പറഞ്ഞാൽ ഒന്ന് നീ തൃശ്ശൂർ എന്നാണ്, ഡയറക്ടർ അത്യാവശ്യം തൃശ്ശൂർ പറയും, പിന്നെ സ്ക്രിപ്റ്റ് റൈറ്റർ ഡയലോഗ് വരെ പറഞ്ഞു തരുന്നത് അദ്ദേഹം കൊടുങ്ങല്ലൂരുകാരനാണ് എങ്കിലും തൃശ്ശൂർ സ്ലാങ് നന്നായിട്ടുണ്ട്. പ്രൊഡ്യൂസർമാര് രണ്ടുപേരും തൃശ്ശൂരിൽ നിന്നാണ്. അത്യാവശ്യം ആർട്ടിസ്റ്റുകൾ അവിടെ വന്ന് എല്ലാം എനിക്ക് തോന്നുന്നു നമ്മൾ മെയിൻ ആക്ടേഴ്സ് ഒഴികെ ബാക്കി എല്ലാവരും അവിടെ നിന്ന് തന്നെയുള്ള ആർട്ടിസ്റ്റുകളാണ്. അപ്പൊ കോമ്പിനേഷൻ സീക്വൻസസ് പോലും വർക്ക് ചെയ്യുമ്പോൾ പിന്നെ അവിടുത്തെ എനിക്ക് ഏറ്റവും രസകരമായിട്ട് തോന്നിയത് നമ്മൾ ആ റൗണ്ടിലൊക്കെ ഷൂട്ട് ചെയ്യുമ്പോഴേ ട്രാഫിക് ബ്ലോക്ക് ഒക്കെ ഉണ്ടാകുമ്പോൾ ആൾക്കാർ വന്നിട്ട് ഇത് എന്തുട്ടാണ് ആസിഫേട്ടെ കാണിക്കണേ എന്ന് ചോദിക്കൂലേ. അപ്പൊ ആ സമയത്ത് ഇവരിത് ദേഷ്യപ്പെട്ടതാണോ കളിയാക്കിയതാണോ ചീത്ത വിളിച്ചതാണോ എന്ന് മനസ്സിലാവൂല. അപ്പൊ അത് അവരുടെ മുഖത്ത് ചിരി ഉണ്ടെങ്കിൽ നമുക്ക് ഓക്കെ ഇത് ഇഷ്ടം കൊണ്ടാണോ എന്നല്ലാണ്ട് ഇത് ഏതാ വേറെ റിയാക്ഷൻ ഒന്നും മനസ്സിലാവില്ല. എന്തുകൊണ്ടേ കാണിക്കണേന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ അത് ഒരു ഇത് എന്താണ് കാണിച്ചോണ്ടിരിക്കുന്നതെന്ന് സോഫ്റ്റ് ആയി ചോദിച്ചതായിരിക്കും. പക്ഷെ ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ആൾക്കാർ അവിടുത്തെ. പക്ഷെ ഇത് കൂടുതൽ നമ്മൾ ഷൂട്ട് ചെയ്ത അരിയങ്ങാടി ഒക്കെ അല്ലേ, അവിടെയാണ് കൂടുതൽ ഈ സ്ലാങ് വരുന്നത്. അരിയങ്ങാടി പക്ഷെ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത് സിനിമയോടുള്ള അവിടുത്തെ ആളുകളുടെ ഒരു സ്നേഹമുണ്ട്. അരിയങ്ങാടി എന്ന് പറഞ്ഞാൽ മാർക്കറ്റാണ്, അത്രയും തിരക്കാണ്. ഞാൻ അവിടെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഒരാള് വന്നിട്ട് എന്റെ അടുത്ത് നമ്മള് 4ാമത്തെ ദിവസം എന്തോ ആ സ്റ്റുഡിയോ പോർഷൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരാൾ വന്നിട്ട് എൻ്റെ അടുത്ത് ആസ്പേട്ടാ ഇവിടെ ഈ മുട്ടക്കകത്ത് മറ്റേ ഗ്രീൻ പീസും മുളക് പൊടിയൊക്കെ വെച്ചിട്ടുള്ള ഒരു സാധനം ഉണ്ട്, നിങ്ങൾ കഴിച്ചിട്ടുണ്ടോന്ന് ചോദിച്ചു. അപ്പം അയ്യോ ചേട്ടാ ഇവിടെ അന്ന് ഷൂട്ടായിരുന്നു, ഫുൾ കഴിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആള് പോയി കുറച്ചു നേരം കഴിഞ്ഞ് ഞങ്ങൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇയാളൊരു 5 എണ്ണം മേടിച്ചുകൊണ്ട് വന്നു. എനിക്ക് ഇയാളെ പരിചയമൊന്നുമില്ല. അപ്പോൾ ഇയാൾ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് എനിക്ക് കൊണ്ട് തന്ന് ആ ചേട്ടൻ ഒന്ന് കഴിച്ചു നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കഴിച്ചു നോക്കി അഭിപ്രായമൊക്കെ അറിഞ്ഞു. പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട്സ് കസിൻസ് ഒക്കെ വരുമ്പോൾ ഞാനിത് മേടിപ്പിക്കാൻ തുടങ്ങി. അവന് അത്രയും ഇഷ്ടമാണ്. നമ്മൾ അത്രയും ആ തിരക്കിൻ്റെ ഇടയിൽ അവിടെ ഷൂട്ട് ചെയ്യുമ്പോൾ ഇവൻ ആ അരിയും കൊണ്ടൊക്കെ ലോറി വരുമ്പോഴൊക്കെ നമ്മൾ തടഞ്ഞു നിർത്തിയിട്ടൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ അവർ ഒരു പ്രശ്നമില്ല, അവരെല്ലാരും സ്ഥലം മൊത്തം ഇങ്ങനെ ഇളകി നിൽക്കായിരുന്നു അവിടെ ഒരു ഷൂട്ടിംഗ് നടക്കുന്നുണ്ട് എന്നുള്ളത്. കാരണം അത്രയും നാരോ ഒരു സ്ഥലമാണ് അരിയങ്ങാടി എന്ന് പറയുന്നത്.